ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മാങ്ങാപ്പരക്കാണ്. ഇതിനാവശ്യമുള്ളത് 2 പഴുത്ത മാങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 3 ഉണക്കമുളക് വറുത്തിട്ട് അരക്കണം. കുറച്ച് തേങ്ങയുടെ കൂടെ കുറച്ച് ഉപ്പ്, കല്ലുപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് വറക്കാൻ ആവശ്യമുള്ള കറിവേപ്പില, ഒരു ഉണക്കമുളക്, പിന്നെ ചെറിയ ഉള്ളി, കുറച്ച് കടുകും വേണം. കടുക് അരക്കാനും വേണം. മുളക് വെളിച്ചെണ്ണയിൽ വറുത്തിട്ടാണ് അരക്കേണ്ടത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. 3 മുളക്, മുളക് വറുത്തു. ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ തേങ്ങയും മുളകും ഉപ്പും അരച്ച് ആകാനാകുമ്പോൾ കുറച്ച് കടുക് ചേർത്തിട്ട് ഒന്ന് ചതക്കിയിട്ട് എടുക്കണം. പുളി വേണ്ടവർക്ക് കുറച്ച് തൈര് ചേർത്തിട്ട് അരക്കാം. ഞാനിവിടെ 1 സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. നിർബന്ധമില്ല, മധുരം ഇഷ്ടമുള്ളവർക്ക് തൈര് ചേർക്കണ്ട. ഞാനൊരു വലിയ സ്പൂണ് തൈര് ചേർത്തിന്. പുളി കുറഞ്ഞ തൈരാണ്. പിന്നെ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത് അരക്കുന്നത്. ഇത് വേവിക്കാത്ത കറിയല്ലേ, അതുകൊണ്ട് പച്ചവെള്ളത്തിൽ ആക്കുന്നില്ല. തിളപ്പിച്ചാറിയ വെള്ളമാണ് ഉപയോഗിച്ചിട്ട് അരക്കുന്നത്. തേങ്ങയും മുളകും ഉപ്പും തൈരും എല്ലാം ചേർത്ത് തിളച്ചാറിയ വെള്ളവും ചേർത്ത് അരച്ചു. നന്നായി അരച്ചതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കടുക് പൊട്ടുന്നവരെ മിക്സി ഓണാക്കുക. അപ്പം ഓഫ് ചെയ്യുക. കടുകുണ്ടല്ലോ തേങ്ങയിൽ ചേർത്ത് ചതക്കി. ഇനി മാങ്ങ മുറിച്ചിട്ട് എടുക്കാം. മാങ്ങ മുറിച്ച് വെച്ചു. നല്ല ഇറച്ചിയുള്ള മാങ്ങയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഈ അരച്ച അരപ്പും ആവശ്യമുള്ള വെള്ളവും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. വെള്ളം കറി കൂടുതൽ വേണമെങ്കിൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ നാട്ടിൻപുറങ്ങളിലെ മാങ്ങ സീസണിലെ കറികളാണിത്. ചിലതൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കും. മാങ്ങ ചമ്മന്തി, മാങ്ങപ്പരക്ക്, ഇന്ന് പെരക്ക് നാട്ടിൻപുറങ്ങളിൽ പറയാറ്. ഓരോരാൾ ഓരോ പേരായിരിക്കും പറയുക. ഇനി ഈ അരപ്പ് ചേർത്ത് കൊടുക്കുക. അരച്ചതും കുറച്ച് തിളച്ചാറിയ വെള്ളവും പിന്നെയും ഞാൻ ചേർത്ത് കൊടുത്തു. കറി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ വേണ്ടിക്കെന്നും വെള്ളം ചേർത്ത് കൊടുക്കുക. ഞങ്ങൾക്ക് ഇത്രയേ ആവശ്യമുള്ളൂ. ഇനി ഇതിന് വറവ് തയ്യാറാക്കാം. വറക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തു. ചുവന്നുള്ളി ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ചേർത്ത് കൊടുത്തു. കറി നല്ല ടേസ്റ്റാണ്. ഉപ്പ് വരുമല്ലോ, പാകത്തിനുണ്ട്. മധുരം കുറച്ച് മുന്നിട്ട് നിൽക്കുന്നുണ്ട് പുളീനെക്കാട്ടും. നല്ല ടേസ്റ്റാണ്. ചോറിന് ഇത് മാത്രം മതി. മാങ്ങാപ്പരക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ.